പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, നല്ല പ്രഭാതം തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നാളെ പ്രഭാതം വരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന ആലയമാക്കി ഞങ്ങളെ വഴി നിർത്തുന്ന നല്ല ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ, കർത്താവെ, ഞങ്ങളുടെ പഠനങ്ങൾ, പ്രാർത്ഥനാ ജീവിതം, കർത്താവെ, ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ തൊഴിലുകൾ, ഞങ്ങൾ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തമായ നിരവധി കാര്യം, കുടുംബജീവിതമാണെങ്കിൽ അങ്ങനെ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് അതങ്ങനെ. കർത്താവെ, എവിടെയെങ്കിലും പാളിച്ചകളൊക്കെ ഞങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം ചൂണ്ടിക്കാണിച്ച് മനസ്സിലാക്കി തരുന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, സകല വിശുദ്ധരെയും പ്രാർത്ഥിക്കണമേ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ നൊയിമ്പ് ഈ സമയത്ത് നമ്മുടെ പ്രായമായ ആളുകൾ സാധിക്കുമെങ്കിൽ ഒരു 3-4 രോഗികളെയൊക്കെ സന്ദർശിക്കുന്നത് നല്ല കാര്യമാണ്. കാരണം അവരും ഒരു പീഡാനുഭവത്തിൽ തന്നെയാണ്. അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഓടി നടന്ന് നമുക്ക് വേണ്ടിയും, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള മക്കൾക്ക് വേണ്ടിയും അവരുടെ ആരോഗ്യം, ജീവിതം, സകലതും കാഴ്ചവെച്ചവരാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ അവർ ജീവിക്കാൻ മറന്നുപോയവരാണ്. എല്ലാം മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച് സമ്പാദിച്ചും മുണ്ടു മുറുക്കി കൊടുത്തും വയറുമായി കാലി വയറുമായിട്ടൊക്കെ നടന്നവരാണ്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ നമ്മളെക്കാളും മുമ്പിലാണ്. അവർ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കഷ്ടപ്പെട്ട് കൂലിപ്പണിയാണെങ്കിലും ആ മണ്ണിനോടും മറ്റെന്ത് തൊഴിലാണോ അതിനോട് മുറുക്കി പിടിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. ശമ്പളം കിട്ടിയിട്ട് വേണം, കൂലി കിട്ടിയിട്ട് വേണം ഇതിൽ നിന്നൊരംശം എൻ്റെ മകളുടെ അല്ല മകൻ്റെ കൂലി കൊടുക്കാൻ, ഫീസ് കൊടുക്കാൻ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കാൻ, അവന് ഇഷ്ടമുള്ള ഭക്ഷണം. ഇങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായി മക്കളെ. വള്ളം പൊന്തുമ്പോൾ യമഹയില്ല, ഈ തണ്ടുമ്പക്കാകയമേ ഉള്ളൂ. എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകള് നന്നായി പഠിക്കണം, പാസ്സാവണം. എൻ്റെ മകൻ വിജയിക്കണം. അവന് നല്ല ഭക്ഷണം കൊടുക്കണം, വെള്ളത്തിലിറങ്ങാതെ, കടൽ കാണിക്കാതെ നല്ല ഉദ്യോഗത്തിലേക്ക് അവരെ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കാത്ത അപ്പന്മാർ ഒരുപക്ഷെ മദ്യപിക്കുന്ന അപ്പനായിരിക്കാം, കലകൊണ്ടാക്കുന്ന അപ്പനായിരിക്കാം. പക്ഷേ മക്കളുടെ കാര്യത്തിൽ അവരൊരു സ്വാർത്ഥനായിരിക്കും. കാരണം ശ്രദ്ധാലു ആയിരിക്കണമല്ലോ, നല്ല കാര്യമല്ലേ. അപ്പോൾ എന്നെ കേൾക്കുന്ന മകനെ, മകളെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഒരു 40 വർഷങ്ങൾക്കൊക്കെ മുമ്പ് അപ്പൻ്റെ പങ്ക്, അമ്മയുടെ പങ്ക് കിട്ടാൻ വേണ്ടി ഒളിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ഭക്ഷണത്തിന് കണക്ക് പറഞ്ഞും എത്ര കിട്ടിയാലും മതിയാവാത്ത ഒരു ആർത്തി പണ്ടാറം പോലെ മക്കൾ തല്ലുപിടിച്ചു അങ്ങോട്ട് കൂടെയൊക്കെ. പക്ഷേ ഇന്നൊരു നല്ല ഐക്യമാണ്, സ്നേഹമാണ്. എന്തെങ്കിലും വിഷയം വന്നവരെല്ലാവരും ഒന്നാവാറുണ്ട്. ഇന്ന് അതിനൊന്നും മക്കൾക്കോ ആർക്കും നേരമില്ല. മാതാപിതാക്കളായ നമുക്കും നേരമില്ല, മക്കളായ അവർക്കും നേരമില്ല. സംസാരങ്ങളോ കണ്ടു ചിരിച്ചിട്ടോ, മക്കളെ തമ്മിലൊന്ന് കണ്ടിട്ടോ, അല്ലെങ്കിൽ മക്കളായ നിങ്ങൾ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിട്ടൊക്കെ എത്രയോ നാളായി ഉണ്ടാവാം. കാരണം ഫോൺ, അതല്ലെങ്കിൽ ലഹരി മരുന്നും പലതരത്തിലുള്ള മദ്യപാനമൊക്കെ ഔട്ട്. ഇപ്പോൾ വേറെ പല സാധനങ്ങളുമാണല്ലോ. മക്കളെ, എനിക്ക് വേണ്ടി യാഗമായി മാറിയ ഒരു കർത്താവുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തൊരു ഭൂമിക്ക് മധ്യേ 3 ആടുകളാൽ യാഗമായി മാറിയ എൻ്റെ കർത്താവിനെ പോലെ ഒരപ്പൻ, ഒരമ്മ നമുക്ക് വേണ്ടി ചിന്തിയ രക്തമുണ്ട്. അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈശോയെ പോലെ തന്നെയാണ് നമുക്ക് വേണ്ടി ചിന്തിയ രക്തം. പല അമ്മമാരും ആ കാലഘട്ടത്തിൽ അമ്മമാരോട് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. റോസിമ്മ, അമ്മയുടെ പേര് റോസി എന്ന്, ഹിന്ദുക്കളാണ് ഉമ്മ എന്ന് വിളിക്കുകയുള്ളൂ. അന്ന് പണ്ടത്തെ ക്രിസ്ത്യാനികളൊക്കെ അങ്ങനെ ഉമ്മ, അമ്മയാണോ ഉമ്മയാണോ എന്തോ, അതങ്ങനത്തെ ആ കാലഘട്ടം. നമ്മുടെ വീട്ടിൽ പണിക്ക് വരുമ്പോൾ അവരൊക്കെ പറയണത്, ഒന്നുമില്ല റോസിമ്മ,
എന്തെങ്കിലും അകത്തേക്ക് ചെന്നാലല്ലേ കൊച്ചുങ്ങൾക്ക് പാല് കൊടുക്കാനായിട്ട് പാല് വരുള്ളൂ. അവൻ ഈമ്പി വലിക്കുമ്പോൾ റബ്ബർ പന്ത് പോലെയാണ് റോസിമ്മ, ചോരയാണ് വരുന്നത്, ഒന്നുമില്ല. ഇതുപോലെ തന്നെയല്ലേ ബലിപീഠത്തിൻ്റെ കൊത്തിവെച്ചേക്കണ പെങ്കും പക്ഷികളുടെ ഒന്നും ഭക്ഷണമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എടുക്കുമ്പോൾ തള്ളയുടെ നെഞ്ച് കാണിച്ചു കൊടുക്കും, കൊത്തി കുടിച്ചോ. സ്വയം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവൻ യാഗമായി മാറ്റുകയാണ് യേശുവിനെ പോലെ തന്നെ. ഇതൊന്നും മക്കൾക്കറിയില്ല. മക്കൾ അങ്ങനെ, ഇതൊരു കാലഘട്ടം, അതാണ്. അതിങ്ങനെയാണ്. നമ്മളുടെ കാലഘട്ടങ്ങൾ ചെറുപ്പത്തിൽ വളർന്നു പോകുന്നതല്ല. അന്ന് പാടത്ത് ഉഴുവാൻ അല്ലെങ്കിൽ പറമ്പിൽ കിളയ്ക്കാൻ ഒക്കെ മക്കൾ വന്നില്ലെങ്കിൽ പാമ്പിനെ തല്ലണ ഇതും പോത്തിനെ തല്ലണ കാളക്കോലും കൊണ്ടൊക്കെ അടിയുടെ പൂരങ്ങളിയായിരിക്കും. എത്ര അടിച്ചാലും അപ്പനോട് അമ്മോട് സ്നേഹത്തിനൊരു കുറവില്ല, വാശിയില്ല, വെറുപ്പില്ല. ഇന്ന് ഒരു മകനോ കുറ്റം പറയുമ്പോൾ അവർ കൊല്ലാതെ വിടുന്നുണ്ടെങ്കിൽ അത് മഹാഭാഗ്യം. അതൊക്കെയാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ. കാരണം അവനെ ഉപയോഗിക്കുന്നത് തിന്മയാകുന്ന ദുരാശക്തിയാണ്. മയക്കുമരുന്നിലും മറ്റുള്ള മദ്യപാനത്തിലും ഇതിലെല്ലാം കിടക്കുന്ന സംഭവങ്ങൾ അതാണ്. ക്ഷമിക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല, കോംപ്രമൈസ് ഇല്ല അവിടെ. ആ കാലഘട്ടത്തിലെ വലിയ വലിയ കാലഘട്ടം ഇനി ഇവിടുന്ന് പോയി അവരുടെ കാലഘട്ടം വരുമ്പോൾ ഒന്നുമില്ല, തീരുന്ന കാലഘട്ടത്തിൽ നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട ജീവിതം നമുക്ക് നയിക്കുമ്പോൾ നമ്മുടെ മക്കൾ, ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ മക്കൾ വരുന്നുണ്ടോ, ദൈവത്തിന് എത്രമാത്രം നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ നിന്നെ നോക്കിയിട്ടായിരിക്കാം, നമ്മുടെ ഓരോരുത്തരുടെ സൽപ്രവർത്തികൾ നോക്കിയിട്ടായിരിക്കാം, നമ്മൾ ദൈവത്തോടുള്ള തീഷ്ണ നോക്കിയിട്ടായിരിക്കാം, നമ്മൾ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഇതൊന്നും ചെയ്യാൻ ആർക്കും സമയമില്ല. എല്ലാം തീർന്ന് കട്ടിലെ ശരണം എന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ വരുമ്പോഴായിരിക്കാം അവൻ ചെയ്തത് അവൾ ചെയ്തത് നല്ലതാണെന്ന്. പഴയ കാര്യങ്ങൾ ഓർക്കും. പള്ളിയിൽ ഇത്ര വർഷം വരെ നമ്മൾ ജോലി ചെയ്ത്, ഇത്ര മണിക്കൂർ ജോലി ചെയ്തു, അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ, പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ആ അച്ഛൻ അങ്ങനെ പറഞ്ഞു, ഈ കന്യാസ്ത്രീ ഇങ്ങനെ പറഞ്ഞു, ആ സാറ് അങ്ങനെ പറഞ്ഞു, ഈ സാറ്, അവരൊക്കെ പെസകയാണ് മക്കൾ, അതെല്ലാം കടന്നു പോകും. എനിക്കെന്ത് ചെയ്യാൻ പറ്റി? എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഒരു 10 ആത്മാക്കളെ നേടാൻ സാധിച്ചോ? ഒരു 10 പേരോട് നല്ലത് പറയാൻ പറ്റുമോ? ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രനെന്നറിയപ്പെടും. കണ്ടോ, ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും, ഭാഗ്യവാന്മാരെന്ന് വിളിക്കപ്പെടും. യെസ് യെസ് യെസ്. സ്നേഹമുള്ളവരെ, നമ്മുടെ മക്കളെ സമർപ്പിക്കാം, നമ്മുടെ തൊഴിൽ സമർപ്പിക്കാം, ഈ കാണുന്ന പ്രതിസന്ധികളൊക്കെ സമർപ്പിക്കാം. എത്രയോ മക്കളെ പ്രതി മാതാപിതാക്കൾ ഇന്ന് വേദനിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ദൗത്യമുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? എൻ്റെ ദൈവത്തോട് ചേർന്ന് ഞാൻ എന്ത് ചെയ്തു? നമ്മളിന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേകം നല്ലവരായ മക്കളുടെ പ്രാർത്ഥനയാണ്. ദൈവത്തിന് നന്ദി പറയാം മക്കളെ. സകലതും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഒന്ന് സ്തുതിച്ചേൻ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ 8-ാം തീയതിയിലത്തെ ബൈബിൾ കൺവെൻഷനെ അനുഗ്രഹിക്കണമേ. 13-ാം തീയതിയിലത്തെ താമസമുള്ള ധ്യാനം, 13-ാം തീയതിയിലെ വൺ ഡേ ധ്യാനത്തെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ കുളിപ്പിച്ചെടുക്കണമേ കർത്താവേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, 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 നന്ദി. ഹാലേലി, 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 ഹാലേലി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ദൃത്യം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയം തമ്പുരാന്റെ ഭാവിയിലാകും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷമേ. ആമേൻ.